കഴിഞ്ഞ ദിവസം MS ബേക്കറിയിലെ ക്രീം ബണ്ണിന്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് വന്നൊരു സജഷനാണ് തൊട്ടപ്പുറത്തുള്ള റോയൽ ബേക്കറിയിലെ പപ്സ് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട്. കയറി ചെന്നപ്പോൾ അവിടെയും ബൺമസ്കയും ഇറാനി ടീയും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു സജഷൻ പറഞ്ഞവന്മാരെയും കണ്ട് ഞാൻ നേരെ 2 പപ്സ് വാങ്ങാനായിട്ട് പോയി. അവന്മാർ വന്നു പോയപ്പോഴത്തേക്കും പപ്സ് ഒക്കെ റീസ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 2 പപ്സ് പറഞ്ഞു. ആ ഒരു പപ്സ് കൈ കിട്ടിയപ്പോൾ തന്നെ അതിന്റെ ക്വാളിറ്റിയും ഫ്രഷ്നെസ്സും ഞങ്ങൾക്ക് മനസ്സിലായി. ഇത്രയും നേരത്തെ ഇത്രയും നല്ല പപ്സ് കിട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. കുറേ നാളായി ഇങ്ങനത്തെ നല്ല മുരിഞ്ഞ പപ്സ് കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഒരു സ്പ്രൈറ്റും പറഞ്ഞ് ഞങ്ങളുടെ പപ്സ് തീറ്റ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഈ ഒരു സജഷൻ പറഞ്ഞത് നിഹാലാണ്. അവൻ ഇത്ര ഹൈപ്പിട്ട് പറഞ്ഞപ്പോൾ ഈ ഒരു ഐറ്റം ഇത്രക്ക് അടിപൊളിയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു മടിയും കൂടാതെ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തു തന്നു. ഒരു സൈഡിൽ ബൺമസ്കിക്ക് വേണ്ടിയിട്ടുള്ള ഇറാനി ടീയും മറ്റേ സൈഡിൽ നോർമൽ ടീയും ഈ ഒരു ചേട്ടൻ വേഗം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് വീണ്ടും ഞങ്ങളുടെ പപ്സ് തീറ്റയും സ്പ്രൈറ്റ് കൂടിയും തുടർന്നു. ഈ ഒരു ഷോപ്പിൽ വരുന്ന ഭൂരിഭാഗം ആൾക്കാരെ ശ്രദ്ധിച്ചപ്പോഴും അവരെല്ലാവരും വാങ്ങുന്നത് ഇവിടുത്തെ പപ്സ് ആയിരുന്നു. ഈ ഒരു ചേച്ചിനോട് പപ്സ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഉള്ള റിയാക്ഷൻ ആയിരുന്നു ഇത്. റോയൽ ബേക്കേഴ്സിന് ഇഷ്ടംപോലെ ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ പോയത് ചങ്ങമ്പുഴയിലുള്ള ഔട്ട്ലെറ്റിലായിരുന്നു. ഒരു പപ്സിന് 22 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ നല്ല ടീയും സ്നാക്സും കിട്ടുന്ന സ്പോട്ട് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോ, അടുത്ത പ്രാവശ്യം ഞങ്ങൾ പോയി ട്രൈ ചെയ്യുന്നതാണ്. സിസിൽ സ്റ്റോറീസിൻ്റെ ഒപ്പം കൂടിയ കൂടുതൽ നല്ല ഫുഡ് സ്പോട്ട് നിങ്ങൾക്ക് കിട്ടും.